जाम bridal makeup ആയിട്ടാണ് കുറച്ച് നല്ല പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ കല്യാണത്തിന് സുന്ദരിയാവാൻ പറ്റും. അപ്പോൾ അതിനെ വെച്ച ഒരു മേക്കപ്പ് ലുക്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഞാൻ ഈ മേക്കപ്പ് ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ദി വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസ് ടോൺ ചെയ്യണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ പോർ ഫിക്സഡ് ടോണറാണ്. അത് വെച്ച് ഞാൻ എൻ്റെ ഫേസ് ടോൺ ചെയ്ത് അത് ഡ്രൈ ആവാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. ആൻഡ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസർ. ഇത് വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷനാണ്. സൂപ്പർ മോയ്സ്ചറൈസിങ് ലോഷനാണ്. ആൻഡ് ഇത് വെച്ച് ഞാൻ നന്നായിട്ട് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്തു. കാരണം നമ്മുടെ മേക്കപ്പ് ഒക്കെ കറക്റ്റായി ഫിക്സ് ആയിരിക്കും. സോ നല്ല ഓയിലി ആവുന്നത് പോലെ ഞാൻ മോയ്സ്ചറൈസ് ചെയ്തു. അടുത്തത് ലിപ് ബാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ദേഗയുടെ ലിപ് ബാമാണ്. അപ്പോൾ ദേഗയുടെ ലിപ് ബാം വെച്ചിട്ട് ഞാൻ നന്നായിട്ട് എൻ്റെ ലിപ് മോയ്സ്ചറൈസ് ചെയ്തു. പിന്നെ നമ്മളിവിടെ ഫസ്റ്റ് പ്രൈമർ അപ്ലൈ ചെയ്യണം. പ്രൈമർ വന്നിട്ട് ലാക്മിയുടെ ബേസ് മാഗിക്യൂ ട്രാൻസ്ഫോമിങ് സൂതിങ് പ്രൈമർ ആണ്. അത് നല്ല സൂപ്പറായിട്ടുള്ള പ്രൈമറാണ്. നമ്മുടെ പോഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലോസ് ആവും. അപ്പോൾ ഇതിന് ഇത്തിരി റേറ്റ് കൂടുതലാണ്, എന്നാലും സൂപ്പർ, നമ്മുടെ കല്യാണത്തിനൊക്കെ സൂപ്പറായിട്ട് ഒരുങ്ങാൻ പറ്റിയ ഒരു പ്രൈമറാണ് ലോറിയലിൻ്റെ ഈ പ്രൈമർ. ഓക്കെ, അത് വെച്ച് അപ്ലൈ ചെയ്തിട്ട് ഞാനിവിടെ കൺസീലർ അപ്ലൈ ചെയ്യുന്നത് എലേഗേളിൻ്റെ പ്രോ കൺസീൽ HD ഹൈ ഡെഫിനിഷൻ കൺസീലറാണ്. അത് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഫൗണ്ടാണ്. ആൻഡ് ഇത് സൂപ്പർ കൺസീലറാണ്. നല്ല കവറേജ് ഉണ്ട്. നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും ഡാർക്ക് സർക്കിൾസ് ഒക്കെ അടിപൊളിയായിട്ട് കവർ ചെയ്യും. പക്ഷെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലാണ്. ഇതിന് എനിക്ക് തോന്നുന്നു ശരിക്കും 900 സംതിങ് ഉണ്ട്. ഞാൻ വാങ്ങിയപ്പോൾ 600 സംതിങ് ആണ് റേറ്റ്. പക്ഷേ അല്ല, സോറി, 600 സംതിങ് തന്നെയാണ് റേറ്റ് തോന്നുന്നു. ഞാൻ വാങ്ങിയപ്പോൾ 500 സംതിങ്. ഓക്കെ, പക്ഷേ എന്താണ്, അത് ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. റേറ്റിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ആയില്ല. അതിനുശേഷം ഞാൻ എൻ്റെ ഐ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ ഇൻഫാലിബിൾ ഫുൾ വെയർ കൺസീലറാണ്. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഐലിഡിൽ ഐഷാഡോയുടെ ബേസ് ആയിട്ട് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഐബ്രോസ് ഡിഫൈൻ ചെയ്യാനും ഞാനൊരു ബ്രഷ് വെച്ചിട്ട് കുറച്ച് കൺസീലർ എടുത്തിട്ട് ഞാൻ ഐബ്രോസ് ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ അപ്ലൈ ചെയ്തു. എന്നിട്ട് പാക്കിൻ്റെ മൈക്രോ സ്പഞ്ച് വെച്ചിട്ട് ഞാൻ നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കണ്ണ് ഇപ്പം നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോൾ വീഡിയോയിൽ തന്നെ. ഇത് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കൺസീലറാണ്. സോ ഹൈലൈറ്റിംഗ് കൺസീലറൊക്കെ ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഫേസസ് കാനഡയുടെ ഗ്ലാം ഓൺ പ്രൈം പെർഫെക്റ്റ് ഫൗണ്ടേഷൻ ആണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബീച്ച് 03. ഞാൻ അതിൻ്റെ കൂടെ മെബിലൈൻ്റെ സ്ട്രോബിങ് ക്രീം കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ഡ്രോപ്പ് മെബിലൈൻ്റെ സ്ട്രോബിങ് ക്രീം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം അത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടിടുന്ന സമയത്ത് നമ്മുടെ ഫേസിനൊരു പ്രത്യേക ഗ്ലോ വന്നതുപോലെ തോന്നും. ഇതിന് സ്ട്രോബിങ് ക്രീമിന് പകരം വേണമെങ്കിൽ നമുക്ക് ഒരു ഡ്രോപ്പ് സെറം അപ്ലൈ ചെയ്യാം. അതിനേക്കാളും സ്ട്രോബിങ് ക്രീം ഇടുന്ന സമയത്ത് നമ്മുടെ ഫേസിന് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ വന്നതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. കഴുത്തിലും ചെവിയിലൊക്കെ മറക്കാണ്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി മെബിലൈൻ്റെ ലൂസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 25 മീഡിയം. അത് വെച്ചിട്ട് കണ്ണിൻ്റെ താഴെയും അതിൽ ഫുള്ളായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഐബ്രോ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത് മിസ് ക്ലെയറിൻ്റെ ഐബ്രോ കേക്കാണ്. അതിൻ്റെ അകത്തൊരു ബ്രൗൺ കളർ വെച്ചിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് നന്നായി എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ ഡിഫൈൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിലുള്ള സ്പൂളിൽ വെച്ചിട്ട് നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫുൾ ഈവൻ ആയിട്ട് സ്പ്രെഡ് ആവും. അടുത്തത് ഞാനിവിടെ ഐഷാഡോ ഫസ്റ്റ് എടുക്കുന്നത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഐഷാഡോ പാലറ്റാണ്. അതിലൊരു ട്രാൻസിഷൻ ഷെയ്ഡ് ഞാൻ ഫസ്റ്റ് നന്നായിട്ട് അപ്ലൈ ചെയ്യാണ്. എൻ്റെ ഐലിഡും ക്രീസും ഫുൾ ഞാൻ അപ്ലൈ ചെയ്യാണ്.
അതിനുശേഷം ലോറിയൽ പാരീസിൻ്റെ ലേ പെറ്റൈറ്റ് പാലറ്റ് എന്ന് മിനി പാലറ്റ് എന്ന് ഞാനൊരു റെഡ് ഷെയ്ഡ്, എൻ്റെ സാരി റെഡ് ആയതുകൊണ്ട് റെഡ് ഷെയ്ഡിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ഐ ലിഡിൽ അപ്ലൈ ചെയ്യണം. അത് പക്ഷേ ഞാൻ ഫുള്ളായിട്ട് ഡാർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ ഔട്ടർ കോർണറിൽ നിന്ന് ഇന്നർ കോർണറിലേക്ക് ആ ഒരു ഇത് മാത്രം ഞാൻ നന്നായി ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം മേക്കപ്പ് റെവല്യൂഷൻ്റെ പാലറ്റിൽ നിന്ന് ഒരു കുറച്ച് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കി പകുതി ഇന്നർ കോർണറിൽ നിന്ന് ഔട്ടർ കോർണറിലേക്കുള്ള ബാക്കി പകുതി ഞാൻ അപ്ലൈ ചെയ്യാണ്. സോറി, അത് ഡാർക്ക് ബ്രൗൺ അല്ല, ഒരു ഷിമ്മറി ഷെയ്ഡാണ് കേട്ടോ. എനിക്കത് കാണുമ്പോൾ ഡാർക്ക് ബ്രൗൺ ആയിട്ട് തോന്നിയതാണ്. അത് ഷിമ്മറി ഷെയ്ഡ് വെച്ചിട്ടാണ്. അതിനുശേഷം ഞാൻ വീണ്ടും ലോറിയലിൻ്റെ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വെച്ച് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് പോലെയും എൻ്റെ ക്രീസ് ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ അതുപോലെ തന്നെ ഞാൻ ഈ ബാക്കി പകുതിയിലും ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് ലോറിയലിൻ്റെ ഡുവോ ഐലൈനർ പെൻ. അതിൽ ഫെൽറ്റ് ടിപ്പ് വെച്ച്, ഇത് വന്ന് ലോറിയൽ സൂപ്പർ ലൈനർ സൂപ്പർ സ്റ്റാർ ഡുവോ ഡിസൈനറാണ്. അതിൽ നിന്നിട്ട് എൻ്റെ ഐലൈനറിൻ്റെ പാർട്ട് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഐലൈനർ എനിക്ക് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഐലൈനർ എഴുതാം. സോ ഞാൻ കുഞ്ഞ് വിങ്ങായിട്ട് ഐലൈനർ കുറച്ച് ഡാർക്കായിട്ട് എനിക്ക് കണ്ണിത്തിരി നന്നായിട്ട് എടുത്ത് കാണണം. സോ ഞാൻ കുറച്ച് ഡാർക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ഈ സ്കെച്ച് പെൻ വെച്ചിട്ടൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് മറ്റേ ലൈനറിനെക്കാളും ഇത് കൂടുതൽ ഈസി ആയിരിക്കും. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ഷേപ്പിന് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഇങ്ങനത്തെ പെൻ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്ത ഞാൻ പ്ലമ്മിൻ്റെ കാജൽ വെച്ചിട്ടാണ് താഴെ എഴുതുന്നത്. ഇത് സൂപ്പർ കാജലാണ്, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് ആണ്. സോ നമ്മുടെ കണ്ണ് നന്നായിട്ട് തന്നെ എടുത്ത് നിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കാജൽ. അതിനുശേഷം ഞാൻ എൻ്റെ ലോവർ ലാഷ് ലൈൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പ് റെവല്യൂഷൻ്റെ ബ്ലാക്ക് ഐ ഷാഡോ ഞാൻ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ മെബിലൈൻ്റെ ആലീസ് പ്ലസ് ഒലിവിയ മസ്കാരയിൽ ഞാൻ ജസ്റ്റ് എൻ്റെ ഐലാഷിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഐലാഷ് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഫേക്ക് ലാഷസ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ ജസ്റ്റ് ഇനഫ് ഡ്രാമ ആ ലാഷസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ അകത്ത് മിസ്ക്ലെയറിൻ്റെ ഐലാഷിൻ്റെ ഗ്ലൂ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ലാഷ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലാഷസ് വയ്ക്കുന്നത്. പക്ഷേ ലാഷ് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് പ്രത്യേക ഒരു എന്താ പറയുക ഭംഗി ഉണ്ടാവും. സോ ഇങ്ങനത്തുള്ള ഫങ്ഷൻസിനും കല്യാണത്തിനൊക്കെ ലാഷ് വയ്ക്കുന്നത് ഭയങ്കര ഭംഗിയായിരിക്കും. ഇത് ജസ്റ്റ് 199 200 റുപ്പീസേയുള്ളൂ നൈക്കയിൽ നിന്ന് ഞാൻ വാങ്ങുന്ന സമയത്ത്. സോ എപ്പോഴും ഇതിൻ്റെ റേറ്റ് ഇത് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എന്നിട്ട് ഞാൻ ആ ഒരു നാച്ചുറൽ ലാഷ് ലുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ മസ്കാര അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ കോൺടോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് പ്രൊഫഷണലിൻ്റെ ഡുവോ സ്റ്റിക്കാണ്. അത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് കോൺടോറിങ് പാർട്ടിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ നോസും അതുപോലെ തന്നെ ചീക്സിൻ്റെ ഏരിയയിലും ജോ ലൈനിലും ഒക്കെ കോൺടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു കോൺടോറിങ് സ്റ്റിക്കാണ്. അഫോർഡബിൾ ആണോ ചോദിച്ചാൽ ഞാൻ ഈ ടൈമിൽ ഓഫർ ടൈമിൽ വാങ്ങിയോണ്ട് ഇത് അഫോർഡബിൾ ആണ്, കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫേസസ് കാനഡയുടെ ഇലുമിനേറ്റിംഗ് പൗഡറാണ്. ഈ ഹൈലൈറ്റർ വെച്ചിട്ട് ഞാൻ എൻ്റെ ചീക്ക് ബോൺസിൻ്റെ അവിടെയും എൻ്റെ നെറ്റിയിലും അതുപോലെ തന്നെ നോസിൻ്റെ ബ്രിഡ്ജിലും ചിന്നിലും അതുപോലെ അപ്പർ ലിപ്സിലും ഒക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മാരേജ് ഫംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഫോട്ടോസിനും എല്ലാം അത് നന്നായിട്ട് തന്നെ എടുത്ത് കാണും. സോ ഹൈലൈറ്റ് ചെയ്യുന്ന പാർട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യുക. ഐബ്രോസും അതുപോലെ ഇന്നർ കോർണേഴ്സ് ഓഫ് ഐസും എല്ലാം ഹൈലൈറ്റ് ചെയ്യുക. ഫുൾ ലൈറ്റിലും അതുപോലെ തന്നെ ക്യാമറ ഇതിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അടുത്ത് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ബ്ലഷ് കളർ ബാറിൻ്റെ 009 കോറൽ ക്രാവിംഗ് എന്ന് പറയുന്ന ഷെയ്ഡിൽ വരുന്ന ബ്ലഷാണ്. അത് വെച്ച് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ലിപ്പ് ലൈൻ ചെയ്യുന്നത് നൈക്കയുടെ പോട്ട് പെർഫെക്റ്റ് ലിപ്പ് ക്രയോൺ വെച്ചിട്ടാണ്. ഞാൻ ഇത് ബ്രിഗ്മി റെഡ് 04 ആണ് ഷെയ്ഡ്. ഇത് വെച്ചിട്ട് ഞാൻ ലൈൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ലാക്മി അബ്സല്യൂട്ടിൻ്റെ
202 പിങ്ക് മില്യൺ ഷെയ്ഡ് വെച്ചിട്ട് ലിപ്സ്റ്റിക് ഇട്ടു. ലാസ്റ്റ് ഞാൻ സെറ്റ് ചെയ്യുന്നത് ലോറിയാലിൻ്റെ ഇൻഫാലിബിൾ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഞാൻ എൻ്റെ മേക്കപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇത് ചെയ്യുന്നത് നല്ലതാണ്, കാരണം കല്യാണം എന്നൊക്കെ പറയുമ്പോൾ വൈകിട്ട് വരെ നമ്മളിങ്ങനെ നിൽക്കേണ്ടതാണ്. സോ ആ ഒരു ഭംഗിയിൽ നിൽക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. And we just slow